അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെരുന്നാൾ സുദിനത്തിൽ ആദം സന്തതികൾ ചെയ്യുന്ന അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ രക്തത്തെ ചൊരിക്കലാണ്, അഥവാ ഉദ്ഹിയ്യത്ത്. കാരണം തീർച്ചയായും ആ മൃഗം അതിൻ്റെ കൊമ്പുകളോടും രോമങ്ങളോടും കൂടെ ഖിയാമത്ത് നാളിൽ വരുന്നതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയായിരുന്നു സ്വന്തം മകനെ ബലിയർപ്പിക്കണമെന്നത്. ഈ പരീക്ഷണത്തെ അതിജീവിച്ച പ്രവാചകന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഇറക്കിക്കൊടുത്ത ആടിനെ ബലിയർപ്പിച്ച് മഹത്തായ കർമ്മത്തിന് തുടക്കം കുറിച്ചു. അത് ലോക മുസ്ലിമീങ്ങൾ ഇന്നും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ പവിത്രമായ അമൽ ഏറ്റവും ശക്തിമത്തായ സുന്നത്താണ്. കഴിവുള്ളവർക്ക് വാജിബാണെന്ന് അഭിപ്രായപ്പെടുന്ന ഇമാമികൾ ഉണ്ട്. ആടുമാടൊട്ടകങ്ങളെയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ന്യൂനതകളില്ലാത്ത ധാരാളം രോമങ്ങളുള്ള കൊമ്പുള്ള മൃഗങ്ങളാണ് ഉത്തമം. ബലിമൃഗങ്ങളുടെ ഓരോ രോമത്തിനനുസരിച്ച് അവൻ്റെ പാപങ്ങളെ പൊറുക്കപ്പെടുന്നതാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കൈകൊണ്ട് കൊമ്പുള്ള വെളുത്ത 2 കൊറ്റനാടുകളെ അറുക്കപ്പെടുകയുണ്ടായി. ഒട്ടകമാണെങ്കിൽ 5 വയസ്സും മാടുകളാണെങ്കിൽ 2 വയസ്സും ആടാണെങ്കിൽ 1 വയസ്സുമാണ് നിബന്ധന. മാടുകളിൽ ഒറ്റയായിട്ടും പങ്കാളികളായിട്ടും അറവ് നടത്താവുന്നതാണ്. അത് 7 ആളുകൾ വരെ ആകാം. പങ്കാളികളായി അറുക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ ചിലവും കണക്കാക്കി ഓരോരുത്തരുടെയും ഓഹരി നിശ്ചയിക്കുക. അറുക്കുന്ന സന്ദർഭത്തിൽ അതിൽ പങ്കാളികളാകുകയും അറുക്കാൻ ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കുകയും ചെയ്യുക. ബിസ്മിയും തക്ബീറും സലാത്തും സുന്നത്താണ്. നേർച്ചയാക്കിയ മൃഗത്തിൻ്റെ മാംസം ആണെങ്കിൽ മുഴുവനും ദാനം ചെയ്യൽ നിർബന്ധമാണ്. സുന്നത്തായ ഉദ്ഹിയ്യത്തിൻ്റെ മാംസം 1/3 സദക്ക ചെയ്യുക. ബാക്കി അവനും അഹ്ലുകാർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാൽ അൽളഹായ വൽ ഹദായ സുലുസുൽ ലക വസുലുസുൽ ലിഅഹ്ലിക വസുലുസുൽ ലിൽ മസാഖീൻ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉദ്ഹിയ്യത്തും അതുപോലെ തന്നെ ഹദിയകളും അതിൽ 1/3 നിനക്കും 1/3 നിൻ്റെ കുടുംബക്കാർക്കും 1/3 പാവങ്ങളായ മിസ്കീന്മാർക്കുമാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുന്നത്. മൃഗത്തിൻ്റെ തോലും ധർമ്മം ചെയ്യലാണ് അതിൻ്റെ കടമ. മറിച്ച് ചെയ്യുന്ന ജോലിയുടെ കൂലിയായിട്ട് ചില സ്ഥലങ്ങളിൽ കൊടുക്കുന്നതായി കാണാറുണ്ട്. അത് സുന്നത്തിന് എതിരാണ്, പാടില്ലാത്തതാണ്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം മുതൽ അയ്യാമു തശ്രീഖിൻ്റെ ദിവസം അഥവാ ദുൽഹജ്ജ് 13-ൻ്റെ അസറിൻ്റെ ആഖിർ വഖത്ത് വരെയാണ് ഇതിന് നിശ്ചയിക്കപ്പെട്ട സമയം. നമസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും ബലിമൃഗത്തെ അറുത്താൽ അത് ഉദ്ഹിയ്യത്തായിട്ട് പരിഗണിക്കുകയില്ല, ഹദിയായിട്ടാണ് പരിഗണിക്കുന്നത്. കാരണം ഖുർആൻ പറയുന്നു, ഫസല്ലി ലി റബ്ബിക വൻഹർ, അങ്ങയുടെ റബ്ബിന് സാഷ്ടാംഗം അർപ്പിക്കുക, തുടർന്ന് മഹത്തായ കർമ്മം നിർവഹിക്കുക. ഇതാണ് ഇസ്ലാമിക നിയമം. ഉദ്ഹിയ്യത്തിനെ ഉദ്ദേശിക്കുന്നവർ ദുൽഹജ്ജ് 1 മുതൽ മൃഗത്തെ അറുക്കുന്നത് വരെ നഖവും ശരീരത്തിലെ മറ്റ് രോമങ്ങളും നീക്കം ചെയ്യാൻ പാടില്ല, കറാഹത്താണ്. ചില അഭിപ്രായത്തിൽ ഹറാമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യയെ മുറുകെ പിടിക്കാൻ നമുക്കേവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.